നമസ്കാരം. നമ്മുടെ ഗ്ലോബൽ അക്കാദമിയുടെ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിൽ ഒരു പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു പാഠത്തിന്റെ പേര് എന്ന് പറയുന്നത് വാതക നിയമങ്ങളും മോൾ സങ്കല്പനങ്ങളും. വാതക നിയമങ്ങളും മോൾ സങ്കല്പനങ്ങളും, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ വാതക നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മോൾ കൺസെപ്റ്റിലേക്ക് കടക്കും. സോ നമുക്കറിയാം വാതക നിയമങ്ങൾ. വാതകം ഒരു പദാർത്ഥത്തിന്റെ, ഒരു സബ്സ്റ്റൻസിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. ഗ്യാസ് എന്ന് പറയുന്നത് എന്താ? ഒരു സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് ആണ്. നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസൈൻസിൻ കണ്ടൻസേഷൻ, ഫെർമിയോണിക് കണ്ടൻസേഷൻ, അങ്ങനെ ഒരുപാട് അവസ്ഥകൾ, ഒരുപാട് സ്റ്റേറ്റുകൾ പഠിച്ചതാണ്. ഖരം, ദ്രാവകം, വാതകം തുടങ്ങി ഈ അവസ്ഥകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താ? വാതകങ്ങളെ കുറിച്ചാണ്, വാതക നിയമങ്ങളെ കുറിച്ചാണ്. സോ ആ വാതക നിയമങ്ങളിലേക്ക് വരാൻ മുന്നേ വാതകങ്ങളുടെ സവിശേഷതകൾ, വാതകങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കണം. സോ ഓൾറെഡി നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാണെന്ന് റിപ്പീറ്റ് ചെയ്യാണ്. നോക്കിയേ, ഞാനിവിടെ എന്ത് ചെയ്യും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വാതക നിയമങ്ങളും മോൾ സങ്കല്പനം എന്നുള്ള ആ പാഠഭാഗത്തിന്റെ ഫസ്റ്റ് തന്നെ ഈ വാതകങ്ങളുടെ പ്രത്യേകതകൾ, ഈ ഗ്യാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ വളരെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്, ദാറ്റ് മീൻസ് അതിസൂക്ഷ്മ അനേകം തന്മാത്രകൾ. സോ വാതകം എന്ന് പറയുന്നത്, ഒരു വാതകം എന്ന് പറയുന്നത് ഒരുപാട് അനേകം അതിസൂക്ഷ്മ കണങ്ങൾ കൂടിച്ചേർന്നതാണ്. അപ്പോൾ ഒരു വാതകം എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറസ്, ഒരുപാട് അധികം എന്താണ്, മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ചെയ്തതാണ്. സോ സെക്കൻഡ് പോയിന്റ്, ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസിനെയും ടോട്ടൽ വോളിയം ഓഫ് മോളിക്യൂൾസിനെയും കമ്പയർ ചെയ്യാണ്. ആകെ വ്യാപ്തത്തിനെയും, ഗ്യാസിന്റെ ആകെ വ്യാപ്തത്തിനെയും ആ തന്മാത്രയുടെ വ്യാപ്തത്തിനെ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. അപ്പൊ ഒരു ഗ്യാസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇതൊരു ഗ്യാസ് സിസ്റ്റം. അപ്പൊ ഈ ഗ്യാസ് സിസ്റ്റത്തിൽ എന്താണ്? വാതക തന്മാത്രകൾ ഉണ്ടാവും. ഇതില് വാതക തന്മാത്രകൾ ഉണ്ടാവും. സോ ഇതിന്റെ ആകെ വോളിയം, ദാറ്റ് മീൻസ് ടോട്ടൽ വോളിയം, ഗ്യാസിന്റെ ടോട്ടൽ വോളിയത്തിനെയും ഇതിലെ മോളിക്യൂൾസിന്റെ വോളിയത്തിന് എന്ത് ചെയ്യാണ്? താരതമ്യം ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. ആ ഗ്യാസിന്റെ, വാതകത്തിന്റെ ആകെ വ്യാപ്തത്തെയും ആ ഗ്യാസിലെ, ആ വാതകത്തിലെ തന്മാത്രയുടെ വ്യാപ്തത്തെ എന്ത് ചെയ്യാണ്? താരതമ്യം ചെയ്യാണ്. സോ ഇതെന്താ? ഈ ഗ്യാസിന്റെ ആകെ വ്യാപ്തമാണ്. ഈ ആകെ വ്യാപ്തത്തിലും ഈ തന്മാത്രയുടെ വ്യാപ്തവും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഈ തന്മാത്രയുടെ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ ലെസ് ആണ്. അപ്പൊ ഈ തന്മാത്രയുടെ ആകെ വോളിയം എന്താണ്? വെരി ലെസ് ആണ്. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ആണ്, താരതമ്യമാണ്. അപ്പൊ ആരൊക്കെയാണ് താരതമ്യം ചെയ്യുന്നത്? ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസിനെയും ടോട്ടൽ വോളിയം ഓഫ് മോളിക്യൂൾസിനെയും. ആ ഗ്യാസ് സിസ്റ്റത്തിലെ എന്ത് ചെയ്യാം? മോളിക്യൂൾസിന്റെ വോളിയത്തിന് എന്ത് ചെയ്യാണ്? താരതമ്യം ചെയ്യാം. അങ്ങനെ താരതമ്യം, ആകെ വ്യാപ്തത്തിനെയും ആ തന്മാത്രയുടെ വ്യാപ്തത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ആ തന്മാത്രയുടെ വ്യാപ്തം എന്ന് പറയുന്നത്, ഇതിലെ മോളിക്യൂൾസിന്റെ വ്യാപ്തം എന്ന് പറയുന്നതാണ് വെരി ലെസ് ആണ്, വളരെ കുറവാണ്. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പോയിന്റ്, റാപ്പിഡ് റാൻഡം മോഷൻ, നിരന്തര ചലനാണ്. സോ നമ്മൾ ഓൾറെഡി 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. വാതകത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചപ്പോൾ എന്താ? വാതക തന്മാത്രകൾക്ക് ഊർജം കൂടുതലാണ്. ആ വാതക തന്മാത്രകൾക്ക്, ആ ഗ്യാസ് മോളിക്യൂൾസിന് എനർജി കൂടിയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് എന്താ പറയാ, കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ടാണ് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് ഡയറക്ഷൻ, ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഒന്നുമില്ല, അത് പല ഡയറക്ഷനിലും എന്ത് ചെയ്യാണ്? പല ദിശയിൽ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പറഞ്ഞ പോയിന്റ് റാപ്പിഡ് റാൻഡം മോഷൻ ആണ്. ഇപ്പൊ വാതക തന്മാത്രകൾ എന്ത് ചെയ്യും? വാതക തന്മാത്രകൾ എന്ത് ചെയ്യുക? ദിശകളില്ലാതെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ പ്രഷർ ഓഫ് ഗ്യാസ്, വാതകമർദ്ദം. എങ്ങനെയാണ് വാതകമർദ്ദം ഉണ്ടാവുന്നത്? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വാതകത്തിന് എങ്ങനെയാണ് മർദ്ദം ഉണ്ടാവുന്നത്. സോ നോക്കിയേ, ഞാനൊരു കണ്ടെയ്നർ എടുക്കുകയാണ്, ഒരു പാത്രം, ഒരു വെസൽ. സോ ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഗ്യാസ് ഫില്ല് ചെയ്യും, ഒരു വാതകം നൽകും. സോ ഇതൊക്കെ എന്ത് ചെയ്യാണ്? വാതക തന്മാത്രകളാണ്. സോ ഞാനൊരു കണ്ടെയ്നർ എടുത്ത് ആ കണ്ടെയ്നറിൽ എന്ത് ചെയ്തിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഗ്യാസ് എടുത്തു. സോ ആ പർട്ടിക്കുലർ ഗ്യാസ് മോളിക്യൂൾസ് ആണ് ഞാൻ ഈ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. സോ ആ വാതക തന്മാത്രകൾ, ആ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? അതിന് എനർജി ഉണ്ടാവും. സോ ഓട്ടോമാറ്റിക് അത് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതിന് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്ത് ചെയ്യും? അത് കൊളൈഡ് ചെയ്യും, അത് പരസ്പരം കൂട്ടിമുട്ടും. അപ്പോൾ വാതക തന്മാത്രകൾ എന്ത് ചെയ്യും? പരസ്പരം കൂട്ടിമുട്ടും.
ഇങ്ങനെ പരസ്പരം കൂട്ടിമുട്ടലും കൂടാതെ അതിന്റെയും ഈ കണ്ടെയ്നറിന്റെ വോൾസിൽ അതിന്റെ ഭിത്തിയിൽ എന്ത് ചെയ്യും അത് കൊളൈഡ് ചെയ്യും, അത് കൂട്ടിമുട്ടും, അതെന്ത് ചെയ്യും അവിടെ ഇടിച്ചുകൊണ്ടിരിക്കും, ആ ഒരു വെസലിന്റെ ആ ഒരു ഭിത്തിയിലേക്ക് എന്ത് ചെയ്യും ഇടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ ഫോഴ്സ്, ഒരു ബലം ഉണ്ടാവും. ആ പർട്ടിക്കുലർ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. പ്രഷർ ഓഫ് ഗ്യാസ്, വാതകത്തിന്റെ മർദ്ദം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഒരാൾ ചോദിക്കാണ് വാതകത്തിന്റെ മർദ്ദം എന്നാൽ അല്ലെങ്കിൽ വാതക മർദ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്. സോ നിങ്ങളുടെ ആൻസർ എങ്ങനെ ചെയ്യണം, നമ്മളൊരു എന്താ പറയാ വാതകം എടുത്തു കഴിഞ്ഞാൽ ആ വാതക തന്മാത്രകൾ, ആ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും കൊളൈഡ് ചെയ്യും, പരസ്പരം കൊളൈഡ് ചെയ്യും. ഇപ്പൊ എന്തുകൊണ്ടാണ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നത്, ഇതിനെന്ത് ചെയ്യാണ്, ഇത് റാൻഡം മോഷൻസ് ആണ്, ഇതിന് ഡയറക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാ കണ്ടിന്യൂ ആയിട്ട് മോഷൻ ആണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യും കൊളൈഡ് ചെയ്യും. അപ്പൊ പരസ്പരം കൊളൈഡ് ചെയ്യും, അത് കൂടുതൽ എന്ത് ചെയ്യാ ഭിത്തിയിലേക്കും കണ്ടെയ്നറിന്റെ ഭിത്തിയിലും എന്ത് ചെയ്യും അത് കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ എന്താ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ഓഫ് അവിടെ ഫോം ചെയ്യും, ഒരു ബലം അവിടെ ഫോം ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാതക മർദ്ദം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നെക്സ്റ്റ് പോയിന്റ് ഇലാസ്റ്റിക് നേച്ചർ ആണ്, ഇലാസ്തിക സ്വഭാവം. ഇപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് വാതക തന്മാത്രകൾക്ക് എന്താണ് ഇലാസ്റ്റിക സ്വഭാവമാണ്, ഇലാസ്റ്റിക് നേച്ചർ ആണ്. അപ്പൊ എന്താണ് ഇലാസ്റ്റിക് നേച്ചർ എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒരു റബ്ബർ ബോൾ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും തിരിച്ചത് വരികയാണ്, തിരിച്ച് പഴയ ഫോമിലേക്ക് വരികയാണ്. സോ പഴയ രൂപങ്ങളിലേക്ക് വരാനുള്ള കഴിവിനാണ് നമ്മൾ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്, ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസിന് എന്താണ് ഇലാസ്റ്റിക് ബിഹേവിയർ ആണ്. അങ്ങനെ ഇലാസ്റ്റിക് ബിഹേവിയർ, ഇലാസ്റ്റിക സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അതിനെന്ത് ചെയ്യുക ഊർജ്ജം നഷ്ടമാകുന്നില്ല. അപ്പോൾ ഇലാസ്റ്റിക സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ആ ഗ്യാസ് മോളിക്യൂൾസിന് വാതക തന്മാത്രകൾക്ക് ഊർജ്ജം നഷ്ടമാകുന്നില്ല. ക്ലിയർ ആണല്ലോ. സോ നമ്മള് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, അതിസൂക്ഷ്മ അനേക തന്മാത്രകൾ കൂടിച്ചേർന്നതാണ് എന്താ പറയാ ഒരു വാതകം എന്ന് പറയുന്നത്. അപ്പൊ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിരിക്കുന്നതാണ് ഒരു ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഗ്യാസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ന്യൂമറസ് ചെറിയ ചെറിയ ഒരുപാട് തന്മാത്രകൾ കൂടിച്ചേർന്നതാണ് ഒരു ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ, നമ്മൾ വോളിയം കമ്പയർ ചെയ്താണ്. ഒരു ഗ്യാസിന്റെ ഓവറോൾ വോളിയവും അതിലെ മോളിക്യൂൾസിന്റെ വോളിയം എന്ത് ചെയ്യാണ് കമ്പയർ ചെയ്താണ്. അപ്പോൾ ഓവറോൾ വോളിയം അതിന്റെ മോളിക്യൂൾസിന്റെ വോളിയം തമ്മിൽ കമ്പയർ ചെയ്യാണ്. അങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഓവറോൾ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെയാണ് അതിലെ മോളിക്യൂൾസിന്റെ വോളിയം ആകെ വ്യാപ്തത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ വാതക തന്മാത്രകളുടെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റാപ്പിഡ് റാൻഡം മോഷൻ ആണ്. ഗ്യാസ് മോളിക്യൂൾസ് എന്താ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, റാപ്പിഡ് മോഷൻ ആണ്. അപ്പോൾ ഇത് പർട്ടിക്കുലർ ഡയറക്ഷൻസ് ഒന്നും ഇല്ലാതെ അത് എന്ത് ചെയ്യാണ് കണ്ടിന്യൂ ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ ആഫ്റ്റർ നമ്മൾ പറഞ്ഞ പ്രഷർ ഓഫ് ഗ്യാസ്, വാതകമർദ്ദം. എങ്ങനെയാണ് വാതകമർദ്ദം ഉണ്ടാകുന്നത്, എങ്ങനെയാ വാതകമർദ്ദം ഉണ്ടാകുന്നത്, ആ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യാണ് കണ്ടിന്യൂ ആയിട്ട് മോഷൻ ചെയ്യാണ്, മൊബൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ എന്ത് ചെയ്യാം മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ഫോം ചെയ്യും. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്, വാതക മർദ്ദം. സോ ഒരു വാതക വ്യൂഹത്തിലെ തന്മാത്രകൾ എന്ത് ചെയ്യും പരസ്പരം കൂട്ടിയിടുകയും അതിന്റെ ഭിത്തികളിലേക്ക് കൂട്ടിയിടുകയും ചെയ്യും. അപ്പൊ അതുപോലെ ഒരു ബലം ഉണ്ടാവും, അതിനാണ് നമ്മൾ വാതക മർദ്ദം എന്ന് വിളിച്ചത്. ദെൻ ആഫ്റ്റർ നമ്മൾ ഇലാസ്റ്റിക് നേച്ചറിനെ പറ്റി പറഞ്ഞു. എന്താ പറയാ നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസിന് ഇലാസ്റ്റിക് നേച്ചർ ആണ്. ആ ഇലാസ്റ്റിക് നേച്ചർ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യാ അതിന്റെ ഊർജ്ജം അതിങ്ങനെ കൂട്ടിയിടിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഊർജ്ജം നഷ്ടമാവാതെ. ക്ലിയർ ആണല്ലോ. സോ ഈ ഒരു പോയിന്റ്സ് ഒക്കെ എഴുതിയതിനു ശേഷം, പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എനർജിന്റെയും ഡിസ്റ്റൻസിന്റെയും ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെയും ഫ്രീഡം ഓഫ് മൂവ്മെന്റിനെ പറ്റിയുള്ള ചെറിയൊരു കോഡുണ്ട്. സോ അതിൽ ആദ്യം പറയുന്നത് എനർജിയാണ്, ഊർജത്തെ പറ്റിയാണ്. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഊർജ്ജമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഊർജം ഈ ഗ്യാസ് സിസ്റ്റത്തിന് കൂടുതലാണോ കുറവാണോ, നമ്മുടെ വാതക വ്യൂഹത്തിന് ഊർജം കൂടുതലാണോ കുറവാണോ. ഇപ്പൊ വാതക വ്യൂഹത്തിന് ഊർജം വളരെ കൂടുതലാണ്, വാതക വ്യൂഹത്തിന് വളരെ കൂടുതലാണ്, എനർജി വെരി ഹൈ ആണ്. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. ഒരു ഡിസ്റ്റൻസിനെ പറ്റിയാണ്, അകലങ്ങളെ പറ്റിയാണ്. ഇപ്പൊ തന്മാത്രകൾ തമ്മിലുള്ള അകലത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒരു ഗ്യാസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിലെ തന്മാത്രകൾ മാക്സിമം ഡിസ്റ്റൻസുകളാണ്, അകലത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയുക സ്റ്റേറ്റ്, പദാർത്ഥത്തിന്റെ സ്റ്റേറ്റ് മാറിയില്ലേ.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അത് സോളിഡ് ആണ്, കുറച്ച് വിട്ട് അകലെയാണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ അത് എന്താ, ലിക്വിഡ് ആണ്, ദ്രാവകമാണ്. സോ പദാർത്ഥത്തിലെങ്കിൽ ഈ ഗ്യാസ് സിസ്റ്റത്തിലെ തന്മാത്രകൾ എന്ത് ചെയ്യാണ്, വിട്ട് അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ചലിക്കാനുള്ള ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ചലിക്കാനുള്ള കഴിവ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ചലിക്കാനുള്ള കഴിവ് ആർക്ക് കൂടുതലാണ്, തന്മാത്രകൾക്ക്. നമ്മുടെ എന്താ പറയാ, ഗ്യാസിലെ നമ്മുടെ വാതകത്തിന്റെ തന്മാത്രകൾക്ക് ചലിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്, ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. ഇനി എന്താണ് ആകർഷണം. ഇനി അടുത്തത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആകർഷണം കൂടുകയോ കുറയുകയോ ചെയ്യുക. കാരണം മാക്സിമം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഒരു വാതകം എടുത്തു കഴിഞ്ഞാൽ അതിലെ വാതക തന്മാത്രകൾ എന്ത് ചെയ്യാണ്, മാക്സിമം ഡിസ്റ്റൻസിൽ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ അങ്ങനെ വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതിനെ കൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആകർഷണം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പൊ അടുത്ത് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അല്ലേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ. അപ്പൊ മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുന്നതിനെ കൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെരി ലെസ് ആയിരിക്കും. സോ അവിടെ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം അവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് ഫിൽ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാതകത്തിന്റെ വ്യാപ്തം. വോളിയം ഓഫ് ഗ്യാസ്. ഒരു വാതകത്തിന്റെ വ്യാപ്തം എങ്ങനെ ഡിസ്കസ് ചെയ്യാം, അതിലേക്ക് വരാമെന്ന് നമുക്ക് ഒരു ലിക്വിഡിന്റെ കേസ്, ഒരു ദ്രാവകത്തിന്റെ കേസ് ഒന്ന് നോക്കാം. നോക്കിയേ, ഇതൊരു കണ്ടെയ്നറാണ്. ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഇതൊരു കണ്ടെയ്നറാണ്, ഒരു വെസൽ, ഒരു പാത്രമാണ് കൺസിഡർ ചെയ്യുക. സോ ഇതിൽ എന്ത് ചെയ്യുക, ഇതിൽ 5 ലിറ്റർ, ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ലിറ്റർ ആണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ലിറ്ററോളം എന്ത് ചെയ്യുക, സബ്സ്റ്റൻസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. സോ ഇതിൽ ഞാൻ എന്ത് ചെയ്യുക, ഇതിൽ ഞാനൊരു 2 ലിറ്റർ ഒരു ലിക്വിഡ്, ഒരു 2 ലിറ്റർ ദ്രാവകം, അത് വെളിച്ചെണ്ണയോ വെള്ളമോ വാട്ടവർ. സോ 2 ലിറ്റർ ദ്രാവകം ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്യാം, ഇതിലേക്ക് നിറക്കാം. സോ 2 ലിറ്റർ, ഏകദേശം ഈ ഷെയ്ഡ് ചെയ്ത് 2 ലിറ്റർ. ഇപ്പൊ 2 ലിറ്റർ ദ്രാവകം അതിൽ എക്സിസ്റ്റ് ചെയ്യും. സോ ഞാൻ വേറൊരു കണ്ടെയ്നർ എടുക്കാം, വെസൽ എടുക്കാം. സോ അതിൽ എന്ത് ചെയ്യുക, ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ, ഇതിൽ മാക്സിമം 10 ലിറ്റർ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇതില് എന്ത് ചെയ്യുക, മാക്സിമം 10 ലിറ്ററോളം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ 2 ലിറ്റർ ഈ ഒരു ദ്രാവകത്തെ, അപ്പൊ അത് വാട്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദ്രാവകമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഒരു ദ്രാവകത്തെ ഞാൻ എന്ത് ചെയ്യുക, ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ എത്രയായിരുന്നു, 2 ലിറ്റർ. സോ ഇതിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, അത് 2 ലിറ്റർ തന്നെയാണ്. അപ്പൊ 2 ലിറ്റർ. ക്ലിയർ ആണല്ലോ. സോ ഞാൻ അടുത്ത വേറൊരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യാം. സോ ആ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 15 ലിറ്റർ ആണ്. 15 ലിറ്ററോളം ലിക്വിഡ്സിനെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യും, ഉൾക്കൊള്ളിക്കാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു 2 ലിറ്ററിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, ഇതിലേക്ക് മാറ്റുകയാണ്. സോ അതിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ എന്തായിരിക്കും, അതും 2 ലിറ്റർ തന്നെയായിരിക്കും, ക്ലിയർ ആണല്ലോ. സോ ലിക്വിഡിന്റെ കേസിൽ, ദ്രാവകത്തിന്റെ കേസിൽ എന്ത് ചെയ്യാണ്, കണ്ടെയ്നർ ഏത് എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒഴിക്കുന്ന ദ്രാവകത്തിന്റെ അളവ് എന്താ, അതിന് ഒഴിക്കുന്ന അളവിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഞാൻ ഇതിൽ 2 ലിറ്റർ ഒഴിച്ചു, ഓട്ടോമാറ്റിക്കലി അതിലെന്താണ്, ദ്രാവകത്തിന്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്, 2 ലിറ്റർ ആണ്. സോ ഞാൻ ഇതിലേക്ക് മാറ്റി, രണ്ടാമത്തിലേക്ക് മാറ്റി, അപ്പോഴെന്താണ്, അത് 2 ലിറ്റർ ആണ്. ദെൻ എന്ത് ചെയ്യാ, ഞാൻ എന്ത് ചെയ്യാ, അടുത്തൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി. സോ അവിടെ എന്താണത്, 2 ലിറ്റർ ആണ്. സോ കണ്ടെയ്നറിന് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല, കണ്ടെയ്നറിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എടുക്കുന്ന ദ്രാവകത്തിന്റെ വ്യാപ്തം അത് മാത്രമാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കേസ്, വാതകത്തിന്റെ കേസിൽ ഇത് ഡിഫറെന്റ് ആവുന്നുണ്ട്. വാതകത്തിന്റെ കേസിൽ ഇതിന് വ്യത്യാസം വരുന്നുണ്ട്. സോ എന്താണ് ആ ഡിഫറൻസ്, അതൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, ഇതേമാതിരി ഞാൻ വേറൊരു കണ്ടെയ്നർ എടുക്കുകയാണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മാതിരിയാണ്, 5 ലിറ്ററോളം ഉൾക്കൊള്ളാൻ പറ്റും, 5 ലിറ്റർ. സോ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഗ്യാസ് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുകയാണ്. സോ ഞാനൊരു കണ്ടെയ്നർ എടുത്ത്, ആ കണ്ടെയ്നറിൽ മാക്സിമം 5 ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഗ്യാസ് ഒരു വാതകം നിറക്കുകയാണ്. അങ്ങനെ ഒരു വാതകം നിറക്കുമ്പോൾ എന്ത് ചെയ്യും, ആ വാതകം എന്ത് ചെയ്യും, അതിലെ വാതക തന്മാത്രകൾ, ഗ്യാസ് മോളിക്യൂൾസ് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും. നമുക്കറിയാം എന്ത് ചെയ്യാണ്, മാക്സിമം അകലത്തിലാണ്, വളരെ അകലത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്, വാതക തന്മാത്രകൾ, ഗ്യാസ് മോളിക്യൂൾ സ്ഥിതി ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറിൽ എന്ത് ചെയ്യാം, ആ വാതകം എത്തുമ്പോഴും മാക്സിമം ഡിസ്റ്റൻസിലാണ് നിൽക്കും. നിങ്ങൾക്ക് ഞാൻ വേറൊരു കണ്ടെയ്നർ എടുക്കുകയാണ്. സോ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ ആണ്.
സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഗ്യാസിന് എന്ത് ചെയ്യാം, ഇതിലേക്ക് ടേൺ ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, ഇതിലെ തന്മാത്രകൾ എന്ത് ചെയ്യാണ്, മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും, മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും, മാക്സിമം അകലത്തിൽ നിൽക്കും. അങ്ങനെ മാക്സിമം അകലത്തിൽ നിൽക്കുമ്പോൾ ഇതിന്റെ വ്യാപ്തം ഇവിടെ ഈ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഏതിനെ ഡിപെൻഡ് ചെയ്യും, ഈ ഒരു കണ്ടെയ്നറിനെ ഡിപെൻഡ് ചെയ്യും. സോ അതുകൊണ്ട് എന്താ പറയാ, ഇത് എന്താ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാ, ഇതിനെ ഞാൻ വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. ഇത് ഞാൻ ഒരു 15 ലിറ്റർ ഉൾക്കൊള്ളുന്ന വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. 15 ലിറ്റർ ഉൾക്കൊള്ളുന്ന വേറൊരു കണ്ടെയ്നറിലേക്ക് ഞാൻ ഇതിനെ മാറ്റുകയാണ്. പക്ഷെ ഇതിനെ മാറ്റുമ്പോൾ എന്ത് ചെയ്യും, ആ ഗ്യാസ് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും, മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 15 ലിറ്റർ ആയിരിക്കും. അവിടുത്തെ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് 15 ലിറ്റർ ആണ്. സോ എന്താ നമുക്ക് ഇതിൽ മനസ്സിലായത്, നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഗ്യാസ് സിസ്റ്റത്തിന്റെ വോളിയം, ഒരു ഗ്യാസിന്റെ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് എടുക്കുന്ന വെസൽസിന്റെ പാത്രങ്ങളുടെ വലുപ്പം അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക, രൂപത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ വോളിയം ഓഫ് ഗ്യാസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അക്കോർഡിംഗ് ടു ദ കണ്ടെയ്നറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. നമ്മൾ ആദ്യം 5 ലിറ്ററിന്റെ കണ്ടെയ്നർ ആണ് എടുത്തത്. സോ അവിടുത്തെ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, 5 ലിറ്റർ ആണ്. ദെൻ ആഫ്റ്റർ നമ്മൾ എടുത്തത് 10 ലിറ്ററിന്റെ ഒരു കണ്ടെയ്നർ ആയിരുന്നു, വെസലായിരുന്നു, പാത്രമായിരുന്നു. അപ്പോൾ അവിടുത്തെ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. ദെൻ ആഫ്റ്റർ നമ്മൾ എടുത്തത് 15 ലിറ്റർ ആണ്. ആ 15 ലിറ്ററിന്റെ ആ കേസിൽ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് 15 ലിറ്റർ ആണ്. സോ നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിന് അനുസരിച്ചാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കിയേ, നമ്മളൊരു ഇഞ്ചക്ഷൻ ട്യൂബ് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽസിൽ നേഴ്സുമാർ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്യുന്ന ഇഞ്ചക്ഷൻ ട്യൂബ്. സോ ആ ഇഞ്ചക്ഷൻ ഇതൊരു ജസ്റ്റ് ഇഞ്ചക്ഷൻ ട്യൂബ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇതിനെന്ത് ചെയ്യാണ്, ഇതിന്റെ നോബ്, പുറത്തുള്ള നോബ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രഷർ, മർദ്ദം കൊടുക്കുകയാണ്. സോ ഇതിന്റെ ഉള്ളിൽ ഒരു ഗ്യാസ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഗ്യാസ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുക, ഒരു വാതകം ഉണ്ട് എന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കുകയാണ്, മർദ്ദം കൊടുക്കുകയാണ്. അപ്പൊ ആ സിസ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്, നമ്മൾ പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ ആര് ഇഞ്ചക്ട് ചെയ്യുന്നത്, ആ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്യുന്നത്. അതേമാതിരി എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രഷർ കൊടുക്കുകയാണ്, മർദ്ദം കൊടുക്കുകയാണ്. സോ ആ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം, ഈ തന്മാത്രകൾ തമ്മിലുള്ള അകലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മർദ്ദം കൊടുക്കുമ്പോൾ ആ തന്മാത്രകളുടെ, ആ വാതക തന്മാത്രകളുടെ, ആ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റും ആ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോക്കിയാൽ നമ്മൾ പ്രഷർ കൊടുക്കുകയാണ്. പ്രഷർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ വ്യാപ്തം കുറയല്ലോ. നമ്മൾ ഈ ട്യൂബിലേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുകയാണ്. അപ്പൊ പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിന്റെ വ്യാപ്തം കുറയും, ദാറ്റ് മീൻസ് വോളിയം കുറയും. അപ്പോൾ നമ്മൾ അമർത്തുമ്പോൾ എന്ത് ചെയ്യും, ആ വാതകം അടുത്തടുത്ത് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യുക, വാതക തന്മാത്രകൾ, ഗ്യാസ് മോളിക്യൂൾസ് അടുത്ത് വരും. അപ്പൊ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചലന സ്വാതന്ത്ര്യം, ഈ തന്മാത്രകൾക്ക് ഉണ്ടാകുന്ന ചലന സ്വാതന്ത്ര്യത്തിന്റെ വ്യത്യാസത്തെ പറ്റിയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. സോ ഇവിടെ എന്ത് ചെയ്യുക, നേരത്തെ എന്ത് ചെയ്യുക, അതിന്റെ വ്യാപ്തം കൂടി. അപ്പൊ വ്യാപ്തം കൂടിയപ്പോൾ എന്ത് ചെയ്യും, ആ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വ്യാപ്തം കുറയുമ്പോൾ ആ ചലന സ്വാതന്ത്ര്യം ഒന്ന് കുറയുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു എന്താ പറയാ, ആ ഒരു വ്യാപ്തം, ആ വോളിയം കുറഞ്ഞുകൊണ്ട് തന്നെ ആ വാതക തന്മാത്രയുടെ ചലന സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ത് ചെയ്യാണ്, കുറയുകയാണ്. ഇനി ഇവരെ തമ്മിലുള്ള അകലം എന്ത് ചെയ്യാണ്, ഇവിടുത്തെ കേസിൽ എന്ത് ചെയ്യാണ്, മാക്സിമം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഇവിടെ എന്താണ്, ഈ വ്യാപ്തം കുറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, വോളിയം ഓഫ് ഗ്യാസ്, ദാറ്റ് മീൻസ് വാതകത്തിന്റെ വ്യാപ്തം. ഈ വാതകത്തിന്റെ വ്യാപ്തത്തിൽ ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കാനുള്ളൂ, ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് ആ വ്യാപ്തം ഏതിലാണോ എടുത്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ എന്ത് ചെയ്യാണ്, ചലന സ്വാതന്ത്ര്യത്തെ പറ്റിയും എന്താണ്, ഈ അകലത്തിന്, തന്മാത്രകൾ തമ്മിലുള്ള അകലത്തിന്റെ കേസും പറഞ്ഞു. സോ നമ്മളൊരു ഇഞ്ചക്ഷൻ ട്യൂബ് എടുത്ത് അതിൽ ഗ്യാസ് ഫിൽ ചെയ്ത് ഇവിടുത്തെ ഔട്ടർ മോസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ നോബ് എന്ത് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രഷർ കൊടുക്കുകയാണ്. പ്രഷർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ വ്യാപ്തം കുറഞ്ഞപ്പോൾ ആ വാതക തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കുറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ഈ അട്രാക്ഷൻ എന്ത് ചെയ്യാണ്, അട്രാക്ഷൻ കൂടും. പിന്നെ എന്ത് ചെയ്യും, അകലം എന്ത് ചെയ്യാണ്, കുറയും. ക്ലിയർ ആണല്ലോ.
ഓക്കെ, ദെൻ വാതകത്തിന്റെ മർദ്ദം, പ്രഷർ ഓഫ് ഗ്യാസ്. സോ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വാതകത്തിന് എങ്ങനെ മർദ്ദം അനുഭവപ്പെടുന്നു. അപ്പൊ നമ്മൾ ആ ഗ്യാസിന്റെ ആ വാതകത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. സോ നമ്മൾ അത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സോ ഞാനൊരു കണ്ടെയ്നർ എടുക്കുകയാണ്. ഇതൊരു കണ്ടെയ്നർ വെസൽ, ഒരു പാത്രമാണ്. അപ്പൊ ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഗ്യാസ് ഫില്ല് ചെയ്യാം, ഒരു വാതകം ഫില്ല് ചെയ്യാം. സോ ഇതൊക്കെ എന്ത് ചെയ്യാണ്, അതിന്റെ വാതക തന്മാത്രകളാണ്, ഗ്യാസ് മോളിക്യൂൾസ് ആണ്, ഗ്യാസ് മോളിക്യൂൾസ്. സോ ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, വെറുതെ അങ്ങനെ നിൽക്കുവോ? ഇല്ല, അത് എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യാം, മൂവ് ചെയ്തുകൊണ്ടിരിക്കും, റാൻഡം മോഷൻസ്. അങ്ങനെ റാൻഡം മോഷൻസ് കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യാണ്, പരസ്പരം എന്ത് ചെയ്യാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ റാൻഡം മോഷൻസിലൂടെ അത് എന്ത് ചെയ്യും, അത് പരസ്പരം കൊളൈഡ് ചെയ്യും, പരസ്പരം കൊളൈഡ് ചെയ്യും, കൂട്ടിമുട്ടലുകൾ ഉണ്ടാവും. ദെൻ ഈ തന്മാത്രകൾ, വാതക തന്മാത്രകൾ പരസ്പരം കൊളൈഡ് ചെയ്യും. അതുകൂടാതെ എന്ത് ചെയ്യും, ഇതിന്റെ ഭിത്തികളിലേക്ക് എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ, അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് എന്ത് ചെയ്യും, ഫോം ചെയ്യും, ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ഫോം ചെയ്യും. ആ പർട്ടിക്കുലർ ഫോഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രഷർ എന്ന് വിളിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഫോഴ്സിനാണ് നമുക്ക് പ്രഷർ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വാതകത്തിന്റെ പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു യൂണിറ്റ് ഏരിയ, നമ്മൾ ഈ സർഫസ് ഏരിയ, ഈ ഒരു ഫോഴ്സ് ഫോം ചെയ്യുന്ന ആ സർഫസ് ഏരിയയിലെ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യാം, ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സർഫസിലെ ഇതിന്റെ ആകെ ബലം, ഇതിന്റെ ആകെ ബലത്തെ നമ്മൾ എന്ത് ചെയ്യണം, പ്രതലത്തിന്റെ പരപ്പളവ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. സോ ഇങ്ങനെ യൂണിറ്റ് പരപ്പളവില് നമ്മളൊരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്തു, ഒരു യൂണിറ്റ് പരപ്പളവ് കൺസിഡർ ചെയ്തു. യൂണിറ്റ് പരപ്പളവിലെ ബലം എന്ന് പറയുന്നത് എന്താണ്, പ്രതലത്തിലെ ആകെ അനുഭവപ്പെടുന്ന ബലം. ഈ ഒരു പ്രതലത്തിൽ ആകെ അനുഭവപ്പെടുന്ന ബലം ഡിവൈഡഡ് ബൈ പ്രതലത്തിന്റെ പരപ്പളവ്. സോ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഫോഴ്സ് ഓൺ എ യൂണിറ്റ് ഏരിയ, ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് സിംപ്ലി നമുക്ക് എന്ത് വിളിക്കാം, പ്രഷർ എന്ന് വിളിക്കാം, മർദ്ദം എന്ന് വിളിക്കാം. സോ ഫോഴ്സ് ഓൺ എ യൂണിറ്റ് ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ സർഫസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. സോ ഈ ഒരു കാൽക്കുലേഷനിലൂടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, എന്താ പറയുക, നമുക്ക് പ്രഷർ ഓഫ് ഗ്യാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? സോ നമ്മളിപ്പം പറഞ്ഞത് എന്താണ്, നമ്മൾ ഡിസ്കസ് ചെയ്തത് വാതകത്തിന്റെ മർദ്ദമാണ്. എങ്ങനെയാണ് മർദ്ദം എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിന്റെ കാൽക്കുലേറ്ററിന്റെ ഈ ഒരു ഇക്വേഷൻസും മനസ്സിലാക്കി വെക്കും. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ എന്ത് ചെയ്യാം, തൽക്കാലം ഈ ഒരു ക്ലാസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ബൈ.